നമുക്ക് ജാവ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ലേറ്റസ്റ്റ് JDK ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ബ്രൗസറിലിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജാവയുടെ സൈറ്റിലേക്ക് ചെല്ലും. ആ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ്സിൻ്റെ ആയിട്ട് ഒരു ഭാഗം കാണാൻ പറ്റും. അതിൽ തന്നെ വിൻഡോസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടൊരു ഭാഗം കിടക്കുന്നുണ്ടാവും. ലിനക്സ്, മാക്കോസ്, വിൻഡോസ്. അതിൽ നമ്മൾ വിൻഡോസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിൻഡോസ് ക്ലിക്ക് ചെയ്യണം. അതിൽ 64ൻ്റെ ഇൻസ്റ്റാളർ കിടക്കുന്നുണ്ടാവും, 152 MB. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് അടിക്കുക. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി അത് ഡൗൺലോഡായി തീർന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡായി കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി കഴിയുമ്പോൾ യെസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റാളേഷൻ മെനു വരും. അതിൽ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഡിഫോൾട്ടായിട്ട് അത് ഉണ്ടാവും. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് നേരം എടുക്കും. ഞാൻ വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് അത് ഇൻസ്റ്റാൾ ആവാൻ എടുക്കും. ഇത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് ജാവ നമ്മുടെ സിസ്റ്റത്തിൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യാം. അതിന് സ്റ്റാർട്ടിൽ പോയിട്ട് CMD ഓപ്പൺ ചെയ്യാം. CMD ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൽ ജാവ സ്പേസ് 2 മൈനസ് ഇട്ടിട്ട് വെർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കണം. ഇപ്പോൾ ജാവ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ജാവയുടെ വെർഷൻ അവിടെ ഒരു ഔട്ട്പുട്ട് പോലെ വരും. ഇനി നമുക്ക് ജാവാസിയുടെയും ജസ്റ്റ് ഒന്ന് വെർഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ജാവാസി സ്പേസ് 2 മൈനസ് വെർഷൻ. അപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് വരും. ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ എന്തോ പറ്റിയിട്ടുണ്ട്, ജാവ ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്നാണ് അർത്ഥം. സക്സസ് ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ജാവയുടെ വെർഷൻ കാണാൻ പറ്റും. ഇനി നമുക്ക് VS കോഡിൽ എങ്ങനെ ജാവ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ജാവയുടെ പ്രോഗ്രാമിങ് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ ഞാൻ ഓൾറെഡി പ്രോഗ്രാം VS കോഡിൽ ചെയ്യണ ഒരു വീഡിയോയിൽ ഇട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ കാണാൻ പറ്റും. VS കോഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞാൻ ഇവിടെ VS കോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സൈഡിൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് ലാസ്റ്റ് കിടക്കണേ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു സെർച്ച് ബാർ വരും. അതിനകത്ത് നിങ്ങൾ ജാവ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനുകൾ വരും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ബാക്കി 4 എണ്ണം അതിൻ്റെ ഒപ്പം തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ അടിക്കുക. ഇനി അത് ഇൻസ്റ്റാൾ ആയി തീർന്ന വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എക്സ്റ്റൻഷനുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം, ചുമ്മാ ജാവയിലുള്ള പ്രോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ആ ഫയൽ അപ്പോൾ ആദ്യം തന്നെ സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സേവ് എടുക്കുക. ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ .java എന്ന് കൊടുക്കണം. ജാവ ഫയൽ ആവുകൊണ്ട് ഞാൻ ഇവിടെ ഹായ് എന്ന് പറഞ്ഞൊരു ഫയലാണ് .java എക്സ്റ്റൻഷൻ കൂടി അടിച്ചിട്ട് സേവ് ചെയ്യാൻ പോണ്. ഫയലിപ്പോൾ സേവ് ആയതുകൊണ്ട് ഇനി ജസ്റ്റ് ഹായ് എന്ന് ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കോഡാണ് എഴുതണേ. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണായിട്ട് ഇവിടെ ഇപ്പോൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിലായിട്ട്. നമുക്കിനി ഇൻപുട്ട് എടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി 2 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ട് അത് സം ഔട്ട്പുട്ട് ചെയ്യണ ഒരു പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണായി. ഇപ്പോൾ എൻ്റർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കാം. ഞാൻ 2 അടിച്ചിട്ടുണ്ട്. എൻ്റർ B, അതിന് 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. A + B = 5 എന്ന് പറഞ്ഞിട്ട്.